ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും പുതിയ ഫിലിമായ മാർക്കോ കണ്ടു. ഒരു രക്ഷയുമില്ല. ദ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഇങ്ങനെ തന്നെ മാർക്കോയെ നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ സാധിക്കും. ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു എൻറ്റയർലി ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഉണ്ണി മുകുന്ദൻ. എ സർട്ടിഫിക്കറ്റ് പടമായതുകൊണ്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാർക്കോ കാണാൻ സാധിക്കില്ല. അമ്മാതിരി വയലൻസ് ആണ് മാർക്കോയിലുള്ളത്. പ്രധാന നടനായ ഉണ്ണിമുകുന്ദനോടൊപ്പം തന്നെ സ്കോർ ചെയ്ത 2 പേരാണ് സിദ്ദിഖും ജഗദീഷും. സിദ്ദിഖിന്റെ ഒക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിലും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ജഗദീഷിന്റെ ക്യാരക്ടറാണ്. നോർമൽ ക്യാരക്ടേഴ്സും അതേപോലെ കോമഡി ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്ത ജഗദീഷ് ചേട്ടനെ ഒരു കൊടൂര വില്ലനായിട്ട് കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി. ഹനീഫ് അദേനിയാണ് മാർക്കോയുടെ ഡയറക്ടർ. BGMഉം ആക്ഷൻ സീക്വൻസുകളും ഉണ്ണിമുകുന്ദന്റെ സ്വാഗും അദ്ദേഹത്തിന്റെ മാസും സ്റ്റൈലുമെല്ലാം അതിഗംഭീരം. മാർക്കോ എന്ന ക്യാരക്ടർ ചെയ്യാൻ ഉണ്ണിമുകുന്ദനെ കൊണ്ട് സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. മലയാളത്തിലെ മറ്റൊരു ആക്ടറിനും മാർക്കോ എന്ന ക്യാരക്ടറിനെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രൺബീർ കപൂറിന്റെ ആനിമൽ എന്ന സിനിമ ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രമാത്രം ബ്ലഡ് ഗോറും വയലൻസും നിറഞ്ഞു നിൽക്കുകയാണ് ഈ സിനിമ മൊത്തം. ആക്ഷൻ ഫൈറ്റ് സീക്വൻസുകളൊക്കെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ഒരു ഭാഗത്ത് ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് കണ്ടപ്പോൾ ഡെയർ ഡെവിൾ എന്ന സീരീസിലെ ഒരു ഫൈറ്റ് ആണ് എനിക്ക് ഓർമ്മ വന്നത്. ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോ എനിക്ക് അത്ര അതങ്ങോട്ട് ഫീൽ ആയിട്ടില്ല. നമ്മുടെ കണ്ണ് നിറയ്ക്കുന്നതായിട്ടുള്ള അത്രയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഒരുപക്ഷെ മാർക്കോ എന്ന ക്യാരക്ടറിനെ ഇമോഷണലി പോലും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് കാണിച്ചു തന്നതാകാം അതിലൂടെ. മാർക്കോയുടെ അവസാനം ഒരു എൻഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ആ സീന് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അത് മനസ്സിലായിട്ടില്ലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉണ്ണിമുകുന്ദൻ ഫാൻസിന് മാർക്കോ എന്ന സിനിമ ഒരു വമ്പൻ ട്രീറ്റ് തന്നെയാണ്. തിയേറ്ററിൽ നിന്നിറങ്ങിയ എല്ലാവരും നല്ല അഭിപ്രായമാണ് മാർക്കോ എന്ന സിനിമയെ പറ്റി പറഞ്ഞത്. എന്തായാലും പറ്റുന്നവരൊക്കെ മാർക്കോ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, മാർക്കോ എന്ന സിനിമ നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.